ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മളവിടെ എത്തി. ഉം, കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എത്തി നമ്മുടെ എന്താ പറയുക, ആ ഒരു ബാൽക്കണീൻ്റെ ഡോർ തുറന്നിട്ട് വ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒക്കെ റെഡിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മൾ കാൽവേരി മൗണ്ട് വിസിറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് പ്ലാൻ. അതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ഏകദേശം ഇവിടെ ഏതൊക്കെയാണ് സ്പോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ആക്കി വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് കാൽവരി മൗണ്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം. ഇപ്പോൾ പലരും പലതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മക്കൾ രണ്ടുപേരും എന്താ പറയുക, വെള്ളപ്പം ഓർഡർ ചെയ്തു. ഞാൻ നൂൽപുട്ട് ഓർഡർ ചെയ്തു. നിൽക്കുക ഫിഷ് കറിയും പൂളയും അങ്ങനെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ടേസ്റ്റിനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു ഫുഡ് കഴിക്കാൻ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമല്ലോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫുഡാവും നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് വഴി നോക്കിയിട്ടാണല്ലോ പോവുക. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങനെ പോയപ്പോൾ പിന്നെ ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു റോഡാണ് പിന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കറക്റ്റ് അത് അങ്ങനെ വഴി കാണിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പോവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോയി. പിന്നെ കുറച്ചെത്തിയപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓഫ് റോഡ് ആവും, അല്ലെങ്കിൽ ഓഫ് റോഡ് ആണെങ്കിലും ജീപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. അപ്പം നമ്മൾ അവിടെ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ നമ്മൾ നടന്ന് പോവാണ്. പക്ഷേ ഈ നടന്നു പോകുമ്പോൾ ഇത് എത്ര നമുക്ക് ഇതിൻ്റെ ഒരു ലൈക്ക് നമ്മൾ ഡെസ്റ്റിനേഷൻ ഉണ്ടാവില്ല, അത് ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഗൂഗിളിൽ നമ്മൾ കാൽവരി നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് നമ്മൾ നടന്നു പോവുകയാണെങ്കിലും ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്, ഈ റൂട്ട് തന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ ഹൈറ്റ് കയറാനാണ്. നമ്മൾ ഓരോ ഭാഗം കയറുമ്പോഴും താഴോട്ട് നോക്കുമ്പോൾ ഇത്രയും അധികം നമ്മൾ കയറിയപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു സ്പോട്ടായിട്ടൊക്കെ കാണുന്നുള്ളൂ. ആ മരത്തിൻ്റെ അപ്പുറത്തൊരു വൈറ്റ് കാണുന്നില്ല, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് അത്രയും നമ്മൾ നടന്ന് 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 നീങ്ങണം. കയറുമ്പോൾ ഭയങ്കര ടയേർഡ്നെസ്സും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഭയങ്കര ഫ്രഷ് എയർ ആയിരുന്നു. പിന്നെ അതുപോലെ നല്ല ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങോട്ട് ടയേർഡായി പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്നു. പിന്നെ മോനൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും, മോളും മൂത്താളും നല്ല ഇൻട്രസ്റ്റിലൊക്കെ കയറിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇങ്ങനെ പതുക്കെ അടിക്കുഴഞ്ഞ് അങ്ങനെയായിട്ട് കയറിപ്പോയി. പിന്നെ അവിടെ ചെറിയൊരു രീതിയിൽ ഒരു എന്താ പറയുക, തേയിലത്തോട്ടം. ആൻഡ് ഇവിടെ നമ്മളിങ്ങനെ കയറി 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 ആ ഒരു വ്യൂ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഫീലാണ്.
ലൈക്ക് നമ്മൾ ഇന്നലെ കണ്ട പോലെ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്ന് നമുക്ക് നോക്കിയാലും ഈ ഒരു ഇടുക്കി ഡാം ആ ഒരു വെള്ളം കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഓരോ ഭാഗത്തുനിന്ന് കാണുമ്പോഴും അതിൻ്റെ ഒരു ഡിഫറെന്റ് ബ്യൂട്ടി ആ ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോ നമുക്ക് ഫോണിലൂടെ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു കാണുന്ന ആ ഒരു ഇത് മാത്രം, പക്ഷെ അവിടെ പോയിട്ട് അത് ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രഷ് എയറുമാണ്. അങ്ങനെ അങ്ങനെ കണ്ട കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻജോയ് ചെയ്ത് കുറച്ചൊക്കെ അവിടെയൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് പോയി നമ്മളവിടെ ഇതുപോലെ ഒരു പാറമ്മ ഇരുന്നു. ഇക്ക കുറച്ചുകൂടി ദൂരെ അങ്ങോട്ട് പോയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങനെ അവിടെ അങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോസും കുട്ടികളും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ നിൽക്കുന്നതിന് ഒരുപാട് ലോങ് ആണ് ഫോട്ടോ.
പിന്നെ നമ്മളവിടുന്ന് അങ്ങനെ തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങുമ്പോ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. പക്ഷെ അങ്ങോട്ട് കേറുമ്പോ കുറച്ച് ദൂരമുള്ള പോലെയായിരുന്നു. അപ്പൊ അവിടെ ഒരു പേരക്കമരം ഉണ്ടായിരുന്നു. അപ്പൊ അതില് അത്യാവശ്യം പേരക്ക പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും അത് പൊട്ടിച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള പേരക്കയായിരുന്നു ട്ടോ. അപ്പൊ നമ്മളെല്ലാരും അങ്ങനെ പൊട്ടിച്ച് നമ്മളിങ്ങനെ കഴിച്ചു. ഉള്ളു നല്ല ചുവന്ന കളറുള്ള പേരക്കയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി ഓൾമോസ്റ്റ് താഴെ എത്തി. നമ്മളിങ്ങനെ ഫോണിലും വീഡിയോ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു കുരിശ് നിൽക്കുന്നതിന്റെ അവിടെയാണ് നമ്മൾ കയറിയത്. പിന്നെ നമ്മളിങ്ങനെ പോയപ്പോഴാണ് ഇപ്പുറത്ത് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ പാർക്കിംഗ് ഫീയോ അതോ എൻട്രൻസ് ഫീ അങ്ങനെ എന്തായിട്ട് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ കയറിയിട്ട് അവിടെ കയറിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ഇങ്ങനെയാണ്. നമ്മള് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നേരത്തെ നമ്മൾ കയറിപ്പോയത്. ഗൂഗിളിൽ അതായിരുന്നു വഴി കാണിച്ചിരുന്നത് നമ്മള് കാൽവരി മൗണ്ട് അടിച്ചപ്പോൾ. അത് കണ്ടത് കൊണ്ട് ഇത് കാണുമ്പോ നമുക്ക് അത്ര ഒരു വാവ് ഫീൽ ഇല്ല. പക്ഷെ ഓക്കെ, ഇറ്റ്സ് നൈസ് ടു വാച്ച്. ആ ഒരു ഇതാണ്. കാരണം നമ്മൾ അത്രയും ആ ഒരു ട്രക്ക് ചെയ്ത് കയറി പോയിട്ട് നമ്മൾ ആ ഒരു വ്യൂ കണ്ട ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് ഇത് കാണുമ്പോൾ ഓക്കെ, ആ ഒരു ഇതാണ്. അത് കാണാതെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടാവും. ആദ്യം ഇപ്പൊ ഞങ്ങൾ നേരത്തെ പോയിട്ട് ആക്ച്വലി ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് ഇതേപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. ചെറിയ എന്തോ ടിക്കറ്റിന്റെ ഫീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ എന്താ ഇവരുടെ ഓരോ ആക്ടിവിറ്റീസ്. അങ്ങനെ അവിടെ നമ്മൾ ആദ്യം ഇന്നലെ പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ആ റോഡ് നേരെ താഴത്ത് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡ് ഒരു ഭയങ്കര ഒരു മോശം ഫുഡായിരുന്നു ആക്ച്വലി. അത് നമ്മൾ സാധാ മീൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ അടുത്താണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ആർച്ച് ഡാമിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിവിടെ ആ ഒരു റോഡ് സൈഡിൽ പോയാൽ കാണും. പിന്നെ നമ്മള് അവിടെ തന്നെ ഇങ്ങനെ പോയോണ്ടിരുമ്പോ ചോദിച്ചപ്പോ ഇടുക്കി ഡാം പ്രോപ്പർ ഡാമായിട്ട് ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ പോയില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്ന് ഇക്കയും മോളും കൂടിയിട്ടാ പോയത്. പക്ഷെ അവിടെ ഉള്ളിലേക്ക് എൻട്രി ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. കാപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചായ വാങ്ങിച്ചു. പിന്നെ നമ്മള് ചോക്കോപ്പായി അതുപോലെ ആറാറോട്ട ബിസ്ക്കറ്റ് കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മള് വൈകുന്നേരം ഒന്നിങ്ങനെ വീണ്ടും അടുത്തൊരു സ്പോട്ട് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ കറക്റ്റായിട്ട് റൂമിൽ പോയി പ്രോപ്പർ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മള് അവിടെ നമ്മൾ എത്തിയ അന്ന് എത്തിയതിന് തലേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടതാണ്. ഏകദേശം കോട്ടയല്ല, ഇടുക്കി ഡിസ്ട്രിക്റ്റിനെ മൊത്തമായിട്ട് നമുക്കൊരു ടോപ്പ് വ്യൂവിൽ നിന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീൽസ് കണ്ടിരുന്നു. അപ്പൊ നമ്മളിപ്പോ ആ വ്യൂ അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് അതാണ് കാണാൻ പോകുന്നത്. അപ്പോ കറക്റ്റ് അതില് റൂട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് പൈനാവ് എന്ന് പറഞ്ഞിട്ടൊരു സെന്ററിൽ നിന്ന് നേരെ പോവുക, അങ്ങനെ എന്തോ ആണത്. ഇപ്പൊ അത് കറക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഞാൻ പറയാത്തത്. ഇപ്പൊ അവിടെ ആ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇപ്പോ ഞാൻ പറയാത്തത് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് പറഞ്ഞാൽ നമ്മള് പോകുമ്പോ തന്നെ ഫോണിലെ വീഡിയോ അങ്ങനെ ഒരു റീൽസ് ആണ് അത് ഒരു 2, 3, 4 എത്രയോ തവണ നമ്മൾ കണ്ടിട്ട് നമ്മളിങ്ങനെ പോകുമ്പോഴും അത് തന്നെയാണോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു ഡൗട്ട് അടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ റോഡും കാര്യങ്ങളൊക്കെ അത് തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോ അത് ഈവനിങ് ടൈം ആണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി നമ്മൾ ഏകദേശം ആ സ്പോട്ട് നമുക്ക് കിട്ടി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ എന്താ പറയാ
ഫോറസ്റ്റ് ഓഫീസേഴ്സും എല്ലാവരും നിൽക്കുന്നതുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം അന്വേഷിച്ചപ്പോൾ ഇവിടെ അത് ഇപ്പോൾ ക്ലോസ് ചെയ്തു. കാരണം മഴയുടെ ടൈമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പാറമല ഇതിലൊക്കെ ഇങ്ങനെ ആ ഒരു പച്ചച്ചിവത്ത് അങ്ങനെയൊക്കെ പിടിച്ചിട്ട് എന്താ പറയാ സ്ലിപ്പായി വീഴാനും പിന്നെ ഈ ഒരു റീൽസ് വൈറലായതോടെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടാ തോന്നുന്നു അത് അടച്ചിട്ടുണ്ടായിരുന്നു. അടക്ക മീൻസ് അങ്ങോട്ട് പോവാന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ കുറച്ചേരൊക്കെ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി നിന്ന് നോക്കി എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിന്നു. പക്ഷെ ഒരു വിധത്തിലും അവര് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമല്ല അവിടെ ഇതുപോലെ കുറെ പേര് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പോകുമ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മളൊരു മാർക്കായിട്ട് കണ്ടു വെക്കൂല, അങ്ങനെ കണ്ടു വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. ആൻഡ് ഫൈനലി നമുക്ക് ആ വ്യൂ കാണാൻ പറ്റി. ആ സ്പോട്ട് ആ സെയിം സ്പോട്ടല്ല, പക്ഷെ നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അതും ക്ലോസ് ചെയ്തു. ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കയറി ചെന്നിട്ട് നമുക്ക് ആ ഒരു ഇടുക്കി ഡാമിന്റെ ആ ഒരു വ്യൂ കാണുമ്പോൾ എന്താ അതിന് അങ്ങനെ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. കാരണം പെട്ടെന്ന് നമ്മള് ആ ഒരു ഇതുമെന്ന് ഇറങ്ങി അങ്ങോട്ട് നമ്മൾ നേരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോ ഫോണിലൂടെ ഇപ്പൊ അത് എത്ര ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല. നേരെ ഡാം തൊട്ട് താഴെ ഹോസ്പിറ്റലാണ് അത് കാണുന്നത്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ കുറേ ക്യാമറയിൽ സൂം ചെയ്തെടുക്കാനൊക്കെ നോക്കി, അതിന്റെ ഒരു ഭംഗിയാണ്. പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഭംഗി എനിക്ക് തോന്നുന്നില്ല. അത്രയും അടിപൊളിയായിരുന്നു അത്. പിന്നെ നമ്മള് അവിടെ ബോട്ടിങ്ങിന് വേണ്ടി ഒരു താഴത്തോട്ടൊരു സ്പോട്ട് ഉണ്ട്. അതായത് ഈ PWD റെസ്റ്റ് ഹൗസിന്റെ നമ്മൾ നേരെ പോകുന്നതിന് തൊട്ട് ഇപ്പോൾ വഴി ഉണ്ടല്ല ആ ഒരു വഴിയിലായിട്ട്. പക്ഷെ നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തില്ല. നമ്മൾ ജസ്റ്റ് അവിടെ എന്താ നമുക്ക് പോയി കാണാം എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ അവിടെ പെർമിഷൻ എടുത്തിട്ട് അങ്ങനെ പോയി. നടന്നു പോയി. പക്ഷെ നമ്മൾ അത്ര ഒരു എന്താണ് എന്നുള്ളൊരു എക്സ്പെക്ടേഷനൊന്നും വെച്ചിട്ട് പോയതല്ല. പക്ഷെ ആ കാടിന്റെ നടുവിലൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട് പോയിട്ട്.
ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അത്രയും നമ്മൾ നടന്ന് നമ്മളെത്തുമ്പോ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു ഉം ഭാഗമാണ്. ഉം അപ്പൊ അവിടെ വേറെ ആരൊക്കെയോ വന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോ ബോട്ടിങ്ങിന്റെ ടൈം അല്ല. ടൈം എനിക്ക് തോന്നുന്നു ഒരു 5 മണി വരെ 4:30 വരെ എങ്ങാണ്ട് ബോട്ടിംഗ് ഉള്ളൂ. അപ്പൊ അതിന് ശേഷമുള്ള സമയമാണിത്. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടൊക്കെ കണ്ട് അങ്ങനെ നടന്ന് നമ്മള് അങ്ങനെ പോയിട്ട് അവിടെ ഒരു സംഭവം കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതൊക്കെ ഉണ്ടോ, ഇതാണ് ഇത് എന്തോ ഒരു ജെറ്റ്, എന്തോ ഒരു എന്തോ ഒരു പേരായിരുന്നു, ഞാനിപ്പോ മറന്നുപോയി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്ന, അങ്ങനെ വാട്ടറിൽ ഫ്ലൈ ചെയ്യുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇത് കണ്ടതിന് ഇവിടെ പോയി കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇതിന്റെ എന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അപ്പോഴാണ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അത് കേട്ടോ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് അങ്ങനെ പോയപ്പോ കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മൾ അങ്ങനെ നേരെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് തോന്നും. ഇടുക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളിതാ റൂമിൽ നിന്ന് നേരെ നമുക്ക് അവിടെ റെസ്റ്റ് ഹൗസിൽ തന്നെ കാർ പാർക്കിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു 3-4 സ്ഥലത്ത് റെസ്റ്റ് ഹൗസ് ഇതുപോലെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ ട്രിപ്പിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടത്തേനേക്കാൾ കുറച്ചുകൂടി ഫെസിലിറ്റീസ് നമ്മുടെ വണ്ടിക്ക് കുറച്ചുകൂടി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ തോന്നിയത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാനാണ്. ഈ വഴിയുണ്ട്. ഈ വഴിയുടെ അപ്പുറത്തുള്ള ആ റോഡിൽ കൂടെ പോയാലാണ് നമ്മളിപ്പോ നേരത്തെ പോയ ആ ഒരു
വെള്ളത്തിന്റെ ആ ഭാഗമൊക്കെ കണ്ടില്ലേ, അവിടെ. അവിടെ നിന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ റൂമിന്റെ വ്യൂ കാണാം കേട്ടോ. അപ്പൊ അത്രയും അടുത്താണിത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ആ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഫുഡ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കും. പിന്നെ അപ്പൊ നമ്മളിതാ അവിടെ ഒരു കോട്ടക്കൽ അങ്ങനെ ആ ഭാഗത്ത് എവിടെ ഉള്ളൊരു അവരുടെ ഒരു എന്താ പറയാ ഹോട്ടലാണത്. അപ്പൊ നമുക്ക് നല്ലൊരു ടേസ്റ്റി ഫുഡ്. അപ്പൊ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ അതാ അവിടുന്ന് എന്തോ ഒരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ജെല്ലി മിഠായി പോലത്തെ എന്തോ ഒരു സംഭവം. അപ്പൊ അതും കൂടി കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ വന്നു. കണ്ടോ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു റൂം പോലെ അങ്ങനെ ആയിട്ടുണ്ട്. റൂമല്ല, എന്താ പറയാ, ഇപ്പൊ നമ്മള് കാർ പാർക്കിംഗ് ഏരിയ